ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ചാനൽ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ എനിക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് രാത്രി ഉറക്കമൊന്നും ഇല്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥകൾ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ദിവസം വിഷ്ണുവായിട്ട് വന്ന ദിവസം മണ്ണാർശാലയിൽ പോയതാണ്. കഴിഞ്ഞ ശനിയാഴ്ച എന്ന് വെച്ചാൽ മെനഞ്ഞെന്നാണോ എന്തോ ഒരു ഗൈസ് ലാസ്റ്റ് ശനിയാഴ്ച എന്നാണോ അന്നാണ് നമ്മൾ പോയത്. അവിടെ ചെന്നിട്ട് കുറേ നാളായി നമ്മൾ ഈ കുളത്തിലൊക്കെ ഇറങ്ങിയിട്ട്. കാര്യം പേടിയാണ് കേട്ടോ ഇശാൻകുട്ടനുള്ളപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളതിന് കുളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ കഴുകി. പിന്നെ നമ്മൾ വഴിപാടിനൊക്കെ എഴുതിച്ചു. നല്ല രസമാണല്ലേ മണ്ണാർശാലയിൽ പോയാൽ. ഇങ്ങനെ അവിടെ എല്ലാം നോക്കുന്നതെല്ലാം നല്ല ഭംഗിയാണ്. ഇങ്ങനെ എന്താ പറയേണ്ട, ഒരു പീസ് ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആണല്ലേ. അങ്ങനെ ഞങ്ങൾ വഴിപാടൊക്കെ എഴുതിച്ചിട്ട് അകത്ത് കയറി. അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ തൊഴുത് വെളിയിൽ ഇറങ്ങിയിട്ട് ഇനി നിലവറയിലോട്ട് പോവാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ ഈ എൻ്റെ അമ്മയ്ക്ക് സ്കൂട്ടറൊന്നും വാങ്ങിക്കാത്ത സമയത്ത്, അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാസത്തിലൊരു ഞായറാഴ്ച ഞങ്ങൾ രാവിലെ ഇറങ്ങും. രാവിലെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇന്നത്തെ പോലെ വെളിയിൽ ഇറങ്ങിയാൽ ഹോട്ടലിൽ കയറി ഫുഡൊന്നും കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ മണ്ണാർശാല അമ്മയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ ചെന്നാലും മണ്ണാർശാല അമ്മയെ കാണാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു ഗൈസ്, ഇതാണല്ലേ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകുന്ന കാര്യം. അപ്പോൾ രാവിലെ ഞങ്ങളുടെ ഇവിടെ നിന്ന് നേരെ മണ്ണാർശാല ബസ് കിട്ടും. വിയ്യോരത്തു നിന്ന് മണ്ണാർശാല ബസ്സിന് കയറി ഞങ്ങൾ മണ്ണാർശാലയിൽ ഇറങ്ങി തൊഴുത്. പിന്നെ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിക്കും. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് കഴിക്കും. ഈ കുളത്തിൽ വന്നൊന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല. ഹരിപ്പാടുകാർക്കൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. അവിടെ ഒന്നും എത്തി നോക്കിയില്ലെങ്കിൽ, ലാസ്റ്റ് തൊഴുതിട്ട് ഈ കുളത്തിലൊന്നും ഈ ആമക്കുട്ടന്മാരെയൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്തോ ഒരു ഇതുപോലെയാണ്, ഒരു നൊസ്റ്റാൾജിക്കാണ് ആ ആമക്കുട്ടനെയൊക്കെ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. നമ്മൾ മണ്ണാർശാലയിൽ വന്ന് തൊഴുന്ന കാര്യമല്ലേ പറഞ്ഞാൽ, തൊഴുതിട്ട് നമ്മൾ നേരെ ഇവിടെ പോകും, ഹരിപ്പാട്ടമ്പലത്തിൽ പോകും. ഹരിപ്പാട്ടമ്പലത്തിലും ഹനുമാൻ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് ഉച്ചയോ ആകും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും. അതൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. എന്നിട്ട് നേരെ കിടന്നങ്ങ് ഉറങ്ങും. കാര്യം രാവിലെ തൊട്ട് വെയിലത്ത് നടന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അമ്മ ചോറൊക്കെ വെച്ച് വെക്കും. അതൊക്കെ ഒരു കാലമായിരുന്നില്ലേ. ഇന്ന് എന്തുവാണ്, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവാം, ഇഷ്ടമുള്ളപ്പോൾ വരാം. ഈ പ്രത്യേകിച്ച് എന്നെ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നിടത്തുനിന്ന് മണ്ണാർശാലയും ഹരിപ്പാട്ടും ഒക്കെ വരാനായിട്ട് 5 കിലോമീറ്റർ പോലും ഇല്ല. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ എന്നെ കെട്ടിച്ച് വിട്ടേക്കുന്നിടത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. ചുറ്റും അമ്പലങ്ങളും ദേവിമാരും ജീവതയും പറയെഴുന്നള്ളിപ്പും എല്ലാം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോഴും ഒരു വെല്ലുളങ്ങര അമ്മയെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. പിന്നെ നമ്മൾ മണ്ണാർശാലയിൽ നിന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചു. അവിടുന്ന് നമ്മൾ നേരെ ഇശാൻകുട്ടന് ബബിളിൻ്റെ വെള്ളം ഒഴിക്കാനായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെന്താ ഈ വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പോട്ടെ ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ